ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞണ്ട് ഫ്രൈ. ഞാനും എന്റെ കെട്ടിയോളും. വലിയ ഇംപ്രഷൻ കിട്ടിയ വലിയ ഞണ്ട. അപ്പൊ നമ്മള് ഇങ്ങനെയാ കണ്ട ഇങ്ങനെ ഇതാണ് ചുറ്റുന്ന ഞണ്ട്. അമ്മേ ഇതിന് ജീവനുണ്ട് കേട്ടോ ഇപ്പൊ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ പന്തരാക്കുന്നത് അല്ലെ തിരിച്ചിട്ടാ. ഇനി നമുക്ക് ഞണ്ടിനെ നല്ലോണം വൃത്തിയാക്കാം. ഇതിൻ്റെ അകത്തുള്ളത് വേസ്റ്റൊക്കെ എടുത്ത് കളയണം. ആ കാണുന്ന നടുവിലുള്ള വെള്ള സാധനമാണ് പൊന്ന്. അത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഞണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുഴഞ്ഞണ്ടാണ്. പുഴഞ്ഞണ്ട് കഴിച്ചാൽ നമുക്ക് കൂടുതൽ ആയുസ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിവ് മാത്രമാണ്, നമുക്കറിയില്ല കൃത്യമായിട്ട്. ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ കാല് കൊണ്ടെല്ലാം കൊണ്ടാൽ മുറിവ് പറ്റും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതിനെ ക്ലീനാക്കാൻ. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് പുഴയിൽ പോയി പിടിച്ചതാണ്. കുറിച്ചിക്കര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഇതിനെ പിടിച്ചത്. ഇപ്രാവശ്യം പോയപ്പോഴാണ് ഏകദേശം വലുപ്പമുള്ള ഞണ്ട് കിട്ടിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ചെറുപ്പമാണ് കിട്ടിയത്. അതിന് ഞങ്ങൾ കളയാറാണ് പതിവ്. ഇപ്രാവശ്യം വലുതായതുകൊണ്ട് നല്ലോണം വെച്ചിട്ട് എല്ലാവർക്കും കഴിക്കാനുള്ളത് കിട്ടി. ഈ പ്രാവശ്യം ഞണ്ടിനെ കിട്ടാനുള്ള ഒരു പ്രത്യേക മെത്തേഡുമായിട്ടാണ് ഞങ്ങൾ പോയത്. എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, പക്ഷേങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കൊണ്ടുപോയത്. ഈ വലയൊക്കെ റിങ്ങിൻ്റെ ഉള്ളിലാക്കിയിട്ടുള്ള ഉണ്ടാച്ചി എന്നാ പറയുക, നിങ്ങളെ സ്ഥലത്തൊക്കെ എന്തെന്നാണ് പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ അത് ഉപയോഗിച്ചപ്പോഴാണ് ഇത്രയും ഞണ്ട് ഞങ്ങൾക്ക് കിട്ടിയത്. മല്ലിയില, തക്കാളി, ഉള്ളി, ചെറിയ ഉള്ളി, വലിയുള്ളി, പച്ചമുളക്. അപ്പൊ നമുക്ക് ഇതെല്ലാം ശരിയാക്കാം. ഈ പ്രാവശ്യം ഞണ്ട് വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ പീസായിട്ടാണ് വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞണ്ടിനെയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വെറൈറ്റി രീതിയിലാണ് ഇന്ന് ഞണ്ട് ഉണ്ടാക്കുന്നത്. കാരണം ഇത് കണ്ട, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കൊത്തിയിട്ടിട്ടാണല്ലോ. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടെടുക്കും. അങ്ങനെ ഓരോന്നോരോന്നായി നമ്മളെ മിക്സി ജാറിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്യുക. അധികം അടിക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്യുക മാത്രം. ഓക്കെ. അങ്ങനെ ആദ്യമായിട്ട് ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാറ്റിയിട്ട് ഇടുക. എന്നിട്ട് അടുത്ത പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെ കൂടുതലായിട്ടും വേണ്ട, കുറച്ചെല്ലാം എടുത്തിട്ട് ഇടുക. അതും നമ്മൾ പെട്ടെന്ന് തന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ തക്കാളിയൊക്കെ ക്രഷ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ കിട്ടിയില്ല, അതാ കാണാതിരുന്നത്. അപ്പം നമ്മൾ നേരെ എല്ലാം ചേർക്കുക ഞണ്ട് കൂട്ടനിലേക്ക്. ഈ മസാലക്കൂട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കഴിച്ചവർക്ക് അത് അറിയാൻ പറ്റും. എന്നിട്ട് ആദ്യം തന്നെ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്യണം. മൊത്തം എല്ലാ മസാലയും ഇതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഞണ്ടിനുള്ളിൽ നല്ലോണം പിടിക്കണം. എന്നാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് കൂടി കിട്ടും. എന്നിട്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക. കൂടിപ്പോയാൽ ദോഷമാണ്, നമുക്ക് പിന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കണ്ടറിഞ്ഞിട്ട് ഉപയോഗിക്കുക ഉപ്പ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടിയെല്ലാം എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കെട്ടികൾ പോയിട്ട് ഇതുവരെ എത്തിക്കില്ല, വെയിറ്റ് ചെയ്തുകൊണ്ട്. അതുവരെ നമുക്ക് കുഴച്ച് കളിക്കാം. അതാ മുഖ്യം. വന്നല്ലോ മഞ്ഞപ്പൊടി. ഇനി കുഴക്കാം. നല്ലോണം കുഴച്ച് എല്ലാ മസാലപ്പൊടിയും ഇടുന്ന പോലെ ഇതാദ്യം മഞ്ഞപ്പൊടി നല്ലോണം മിക്സാക്കണം. എല്ലാത്തിലും പിടിക്കട്ടെ നല്ലോണം. കണ്ട. അടുത്തത് മുളക് പൊടി വന്നാച്ച്. ഇനി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് പിന്നെയും മിക്സാക്കണം. ഇതെന്താ മുളക് പൊടി തീരുന്നില്ലേ? മതി. ഇനി മിക്സാക്കൽ തുടങ്ങാം. അത് തന്നെ, അങ്ങനെ തന്നെ മിക്സാക്കാം. എൻ്റെ ഹസ്ബൻഡില്ലേ വളരെ നല്ല ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് കഴിഞ്ഞാൽ പിന്നെ മൂപ്പർ വളരെ നല്ല കുക്കാട്ടാ. എന്തുണ്ടാക്കിയാലും നല്ല രസമാണ്. എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമാണ്, മൂപ്പറ ഫ്രണ്ട്സിന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങാമെന്ന്. മതി. ഇനി ഞാൻ കുരുമുളക് ഇട്ട് തുടങ്ങട്ടെ, അല്ലെങ്കിൽ മസാല അധികം പിടിച്ചു പോകും. ഇനി പിന്നെ ഞങ്ങൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ടത്. സെയിം തന്നെ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലോണം മിക്സാക്കി. ഈ മിക്സിയിൽ നമ്മളിതെല്ലാം വെജിറ്റബിൾസും ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ. കാരണം മസാലകളെല്ലാം നല്ലോണം ഞണ്ടിലേക്ക്. പിന്നെ ഞങ്ങൾ മല്ലിപ്പൊടിയാണ് ഇട്ടത്. മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ സെയിം സംഭവം തന്നെ നല്ലോണം പിന്നെയും മിക്സ് ചെയ്തെടുത്ത് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ജസ്റ്റ് മസാലയിലാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെക്കുന്നതിന് മുന്നെയാണ് ഞങ്ങൾ
വെളിച്ചെണ്ണ ഒഴിച്ചത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ ഗ്യാസിലേക്ക് നമ്മൾ ഉരുളിയിലെടുത്ത് വെക്കുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒന്നും വെള്ളം ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ചത്. ഇതൊരു വെറൈറ്റി സംഭവം കേട്ടോ. നമ്മൾ ഞണ്ടിൻ്റെ തോടെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പൊന്ന് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നമ്മള് ഞണ്ടിൻ്റെ അകത്തേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ട് നമ്മള് ബിരിയാണിയിലെല്ലാം ഇടൂലേ അങ്ങനത്തെ സാധനങ്ങൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട്. നമ്മളെ ഞണ്ട് കറി റെഡിയാകുന്നുണ്ട്. പ്രത്യേകത എന്ന് വെച്ചാൽ ഔഷധക്കൂട്ടുള്ള ഞണ്ട് കറിയാന്നേ. അവസാനം ഇടേണ്ട മല്ലിയില മറന്നു പോണ്ട, അത് മസ്റ്റാ. കണ്ട എന്താ കാണുമ്പോൾ തന്നെ എന്താ രസം. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പർ റെസിപ്പിയാണ്, നിർബന്ധമായിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം.